ഇല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നത് മാത്രമേ ഉള്ളൂ. ബിജെപിയുടെ പിന്തുണ സ്വീകരിക്കും, മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ സ്വീകരിക്കും. ഒരു മുന്നണിയുടെയും ഭാഗമായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ നിങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തെ റദ്ദാക്കുന്ന ഒരു സംഭവമായിട്ട് മാറില്ലേ? നിങ്ങൾ മറ്റുള്ളവരുടെ ബിജെപി അതുപോലെ തന്നെ UDFന്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ബിജെപിയുടെയും UDFന്റെയും പിന്തുണ സ്വീകരിക്കുമെന്ന് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അതെ, പിന്തുണ സ്വീകരിക്കും എന്ന് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകണം എന്നതാണ്. UDFനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് അറിയില്ല, അത് അവര് പറയേണ്ട കാര്യമാണ് എന്നതാണ്. ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാന തലത്തിൽ പോകുമ്പോൾ എന്തിനുകൂടെയായിരിക്കും നിൽക്കുക? അങ്ങനെ ഒരു പിന്തുണ നൽകുന്ന സാഹചര്യം വേണ്ടേ? അത് അതിന് ശേഷമുള്ള കാര്യമല്ലേ? ഇടതുപക്ഷം പരാജയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതെ, അത് അതിന് ശേഷമുള്ള കാര്യമല്ലേ? ആ കാര്യത്തെ സംബന്ധിച്ച് ആ സമയത്ത് ആലോചിച്ച് നിലപാട് അറിയിക്കാം എന്നതാണ്. ഞാനിതില് പറഞ്ഞൊരു കാര്യമുണ്ട്. പയ്യന്നൂരിലെ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പയ്യന്നൂരിലെ ഇടതുപക്ഷത്തിനകത്ത് ഉയർന്നു വന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ സന്നദ്ധമായിട്ടുള്ളത്. പയ്യന്നൂരിലെ പാർട്ടിയെ ഒരു മാഫിയ സംഘത്തിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്. ഈ ഇടതുപക്ഷത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ഈ ഇടതുപക്ഷത്തെ തകർക്കും. അതുകൊണ്ട് അതിനെതിരായി ഒരു വിധിയെടുത്ത് പയ്യന്നൂരിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലുപരിയായി ഒരു സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് കരുതുന്നേയില്ല. അതുകൊണ്ട് ജയിച്ചാൽ എന്ത് നിലപാട് എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വലിയൊരു ഭാഗവും താങ്കളെ പിന്തുണയ്ക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞല്ലോ. UDFന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ പിന്തുണ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ സഖാക്കൾ അതിനെയും പിന്തുണയ്ക്കുമെന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്. ഞാൻ എന്തിനു മത്സരിക്കുന്നു എന്ന കാര്യം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ സന്നദ്ധമാകുക എന്നതാണ് ഞാൻ കരുതുന്നത്. മറ്റാര് പിന്തുണക്കുന്നു എന്നത് സാധാരണഗതിയിൽ നോക്കേണ്ട കാര്യമില്ല. മറ്റ് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ മത്സരിക്കുന്നത്. സമാനമായ വിഷയങ്ങൾ UDFലും അതുപോലെ തന്നെ പയ്യന്നൂരിലെ UDFലും അതുപോലെ തന്നെ BJPയിലും സമാനമായ ഫണ്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ വാർത്തയുമായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സർവ്വസ്വതന്ത്രനായിട്ട് ഞാൻ മത്സരിക്കുന്നു, ഇവരുടെ ആരുടെയും പിന്തുണ വേണ്ട എന്നൊരു നിലപാട് എന്തുകൊണ്ടാണ് പുനഃസ്ഥാപിക്കുന്നത്? ജനങ്ങളുടെ പിന്തുണയില്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ BJPയുടെയോ കോൺഗ്രസിന്റെയോ UDFന്റെയോ സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത്. ഞാൻ ജനങ്ങളുടെ മുമ്പിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്, മത്സരിക്കുന്നത് ആ ജനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി എഴുതേണ്ടത് അവരോടാണ് എൻ്റെ അഭ്യർത്ഥന. അന്ന് ഞാൻ പാർട്ടിക്കകത്ത് മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. ഒരു മാധ്യമത്തോടും പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധമായിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വരികയുണ്ടായി. അന്ന് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും എന്ന് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും, ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന് വേണ്ടി വക്കീലും പറയുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷെ ഈ 4 കൊല്ലത്തിനിടയിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു എന്നതിലുപരി ഒരു കേസും ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഇന്നേ വരെ സന്നദ്ധമായിട്ടില്ല. ഞാൻ ഈ പുസ്തകത്തിൽ
ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയും ഇടതുപക്ഷവുമാണ് പരാജയപ്പെടാൻ പോകുന്നത്. അങ്ങനെ പരാജയപ്പെടേണ്ട ഒന്നല്ല പാർട്ടിയും ഇടതുപക്ഷവും എന്നതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഇടതുപക്ഷത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയങ്ങൾക്കെതിരായി, ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് നിരന്തരം ബന്ധപ്പെട്ട് മത്സരിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായവും പിന്തുണയും ഉണ്ടാകണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ നവമാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണമൊഴുക്കിക്കൊണ്ടുള്ള കെട്ടുകാഴ്ചകൾ സംഘടിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം പിരിച്ച് ആർഭാടം നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. എങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചെലവുകളെല്ലാം വരുന്നതാണ്. അതെന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ അത് നിർവഹിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലേക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്.